ഫ്രൂട്ട്സ് പ്ലാന്റുകളാണെങ്കിൽ 50 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്ലാന്റ് നമുക്ക് 50 രൂപയ്ക്ക് ഇത്ര ഈ വലുപ്പമുള്ള പ്ലാന്റ് നമുക്ക് 50 രൂപ കൊടുക്കാം. ഇതെല്ലാം അതുപോലെ 50 രൂപന്റെ പ്ലാന്റുകൾ. പ്ലാവ് ഒരു 300 രൂപ 400 രൂപയ്ക്ക് ഒരു പ്ലാന്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു വളം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രീ ആയിട്ട് കൊടുക്കാം. 300ന്റെ മുകളിലേക്ക് എന്തെടുത്താലും ഫ്രീ ആയിട്ട് കൊടുക്കും. വള്ളിക്കുരുമുളക് ഇതുണ്ടോ 30 രൂപയാണ് ഇത് വരുന്നത്. ഇത് ബദാം നമ്മൾ അധികം നേഴ്സറിയിൽ കണ്ടിട്ടില്ലാത്തൊരു ഐറ്റാണിത്. അതെ, ബദാം എന്ന് പറഞ്ഞാൽ ഇത് ഹൈബ്രിഡ് ആണ്. നമ്മുടെ നാട്ടിൽ കായ്ക്കുന്ന രീതിയിലുള്ള ബദാമാണ്. ഇത് കിവി, ഫ്രൂട്ട്സ് കിവിയാണ്. കിവിയാണ്. ഓക്കെ. ഈ ഒരു പ്ലാന്റോ? ഈ ഒരു പ്ലാന്റ് അതുപോലെ തന്നെ നമുക്കൊരു 250 രൂപ കൊടുക്കും. എന്താ പ്രത്യേകത? ഇത് പല മെഡിസിനൊക്കെയാണ്. നമ്മൾ ക്യാൻസറുള്ള ആളുകൾക്കൊക്കെ കൂടുതൽ കൗണ്ടിങ് കൂടാൻ വേണ്ടിയിട്ടൊക്കെ കഴിക്കുന്ന ഒരു ഐറ്റംസ് ആണ് കിവി. ഇന്നൊരു അടിപൊളി അപ്ഡേഷനുമായിട്ട് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഗ്രീൻ ഗേറ്റ് പ്ലാന്റ് നഴ്സറിയിലാണ് കേട്ടോ. മുമ്പ് ഇവിടുത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു അടിപൊളി അപ്ഡേഷനാണ് ഇന്ന് തരാൻ പോകുന്നത്. ഒരുപാട് ഓഫർ കാര്യങ്ങൾ ഒരുക്കിയിട്ട് തന്നെ അടിപൊളി പ്ലാന്റുകൾ ഇവിടെ തയ്യാറായിട്ടുണ്ട് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല വളം കാര്യങ്ങളൊക്കെ ഈ ഒരു നഴ്സറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് A to Z കാര്യങ്ങൾ. നമ്മളെ ഫ്രൂട്ട് പ്ലാന്റ് മാത്രമല്ല ഇൻഡോർ പ്ലാന്റുകളും ഒരുപാട് ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത്. നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ എടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലി അംഗമാവും. എൻ്റെ പേര് മുസ്തഫ. നമ്മുടെ സ്ഥലം നിൽക്കുന്നത് മഞ്ചേരി കീശ്ശേരി റോട്ടിൽ ചാടിക്കല്ല് എന്ന സ്ഥലത്താണ്. ഗ്രീൻ ഗേറ്റ് പ്ലാന്റ് നഴ്സറി. നമ്മൾ ഏകദേശം ഓഫർ പ്ലാന്റുകൾ ഓഫറിൽ നമുക്ക് കൊടുക്കാം. മൺസൂൺ ഓഫറായിട്ട് എല്ലാ ചെടികളും എല്ലാ ഐറ്റംസുകളും ഉണ്ട്. ഇപ്പോൾ ഇൻഡോർ പ്ലാന്റുകളാണെങ്കിൽ അതുണ്ട്. നമ്മുടെ ഫ്രൂട്ട്സ് പ്ലാന്റുകൾ എല്ലാവിധ പ്ലാന്റുകളും ഉണ്ട്. പിന്നെ ഓഫറിലടിക്കാം. പിന്നെ നമ്മള് വീട്ടിൽ വന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്നുമില്ല, ഒരു തൈയാണെന്നുണ്ടെങ്കിൽ കൊണ്ട് വെച്ചു കൊടുക്കും. നമ്മളെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളതിന് കുഴി ഒഴിച്ച് അതിന് വളം ചെയ്ത് എല്ലാം സെറ്റായി കൊടുക്കും. അതിനുള്ള വർക്കേഴ്സ് നമ്മുടെ അടുത്തുണ്ട്. നമ്മൾക്ക് ഇനിയിപ്പോ 1-2 പ്ലാന്റുകൾ ആണെങ്കിൽ പോലും നമ്മൾ അത് വീട്ടിലേക്ക് ഡെലിവറി ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ട്. ഡെലിവറി ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. അത് ഒന്നിച്ച് ഒരു വണ്ടിക്ക് ആവുമ്പോഴായിരിക്കുമല്ലോ പോലെ. അതെ, ഒരു ഏരിയയിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെയുള്ള 3-4 വീട്ടിലേക്ക് ഒന്നിച്ചുള്ള സാധനങ്ങൾ ഒന്നിച്ചായിട്ട് പോകുന്നത്. പിന്നെ ചെറുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള ക്യാഷ് നമ്മൾ ഈടാക്കും. പിന്നെ പറഞ്ഞിരുന്നു നമ്മൾ എന്തൊരു വളം ഓഫറായിട്ട് കൊടുക്കുന്നുണ്ട്. വളം നമ്മൾ ഒരു പാക്ക് വളം 1 കിലോന്റെ ഒരു പാക്ക് വളം നമ്മളിപ്പോൾ ഒരു 300 രൂപ 400 രൂപയ്ക്ക് ഒരു പ്ലാന്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു വളം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. 300ന്റെ മുകളിലേക്ക് എന്തെടുത്താലും ഫ്രീ ആയിട്ട് കൊടുക്കും. ഫ്രൂട്ട്സ് പ്ലാന്റുകളാണെങ്കിൽ 50 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ പ്ലാവ്, മാവിൻ്റെ 2-3-4 വെറൈറ്റീസ് ഉണ്ട്. പ്ലാവിൻ്റെ അതുപോലെ തന്നെ നമ്മൾ 2 വെറൈറ്റീസ് നമ്മൾ 50 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 50 രൂപയ്ക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ മാവ് ഇതാണ്. ചന്ദ്രകാരൻ എന്ന് പറഞ്ഞ മാവാണിത്. ഇപ്പൊ ഈ ചന്ദ്രകാരൻ എന്നുള്ള വെറൈറ്റി മാത്രമാണോ നമ്മുടെ അടുത്ത്? അല്ല, നമ്മുടെ അടുത്ത് 2-3 ഐറ്റംസ് ഉണ്ട്. ഇതിൽ നീലൻ എന്ന വെറൈറ്റി ഉണ്ട്. അതുപോലെ മല്ലികയും നീലനും ഉണ്ട്. ഇത് രണ്ടും നമുക്ക് 50 രൂപയ്ക്ക് കൊടുക്കാം. ഓക്കെ. ഇതിപ്പോ നമുക്ക് ബെഡ് തന്നെയല്ലേ? ബെഡാണ്. ബെഡാണ്. അടിപൊളി ബെഡ്. ഗ്രാഫ്റ്റും അല്ല, പ്ലാന്റും കൂടിയാണ് കേട്ടോ. ഈ ഭാഗത്ത് ഒന്ന് സൈഡ് പിടിച്ചിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് കാണാം. ഓക്കെ. ഇത് നമുക്ക് 50 രൂപയ്ക്ക് കൊടുക്കാം. ഇത് നല്ല മാവാണ്. ചന്ദ്രകാരൻ എന്ന് പറഞ്ഞ നാടൻ മാവിൽപ്പെട്ട മാവാണ്. ഓക്കെ. അത്യാവശ്യം ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ. പിന്നെ വേറെ ഏതൊക്കെ പ്ലാന്റുകൾ തന്നെ? പിന്നെ നമ്മുടെ അടുത്ത് പിന്നെ മറ്റേ മാവിന്റെ എല്ലാ വെറൈറ്റീസും ഉണ്ട്. എല്ലാം 200 രൂപന്റെ ഉണ്ട്. 200, 250, 300 ഒക്കെ ആയിട്ടുള്ള എല്ലാം ഉണ്ട്. നാംഡോക്കുമായി ഉണ്ട്. കാലാപ്പാടി ഇരിക്കുന്നതെല്ലാം കാലാപ്പാടിയാണ്. പിന്നെ ഇത് ബംഗനാപ്പള്ളി ജസ്റ്റ് ഒന്ന് എടുക്കുക. ബംഗനാപ്പള്ളിയൊക്കെ വലിയ പ്ലാന്റ് കേട്ടോ. നല്ല പ്ലാന്റ് ആണ്. 200 രൂപ. 200 രൂപ വരുന്നുള്ളൂ. എല്ലാം നല്ല ബെഡ് പ്ലാന്റുകളാണ്. പിന്നെ സേലുണ്ട്. ചക്കരക്കുട്ടിയാണോ? ഇതൊക്കെ നമ്മുടെ കാലാവസ്ഥക്ക്. ഇത് ചക്കരക്കുട്ടി പറഞ്ഞ മാവാണ്. ഇത് നമ്മുടെ പഴയ കാലത്തെ ചെറിയ കുഞ്ഞൻ മാങ്ങ ഉണ്ടല്ലോ, ആ മാങ്ങയാണ് ഇത്. ഫോട്ടോ ഇതൊക്കെ എങ്ങനെ ഈ തൈക്ക്? ഇതെല്ലാം ഇത് 250 രൂപയാണ്. 250. ഇത് നല്ല വലിയ തൈയാട്ടോ. നല്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ള തൈയാണ്. ഇവിടെ ഈ ഫ്രൂട്ട് നിൽക്കുന്നത് ഇത് മാനില ടെന്നിസ്റ്ററി. ഇപ്പൊ ഈ ഫ്രൂട്ടോട് കൂടെ നിൽക്കണ ഈ ഒരു തൈ നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? ഈ തൈ ആണെങ്കിൽ നമുക്ക് 1000 രൂപ കൊടുക്കാം. ഇതിന്റെ അത് പോട്ട് ചട്ടിയിൽ സെറ്റ് ആക്കി വെച്ചതാണ്. 1000 രൂപ. അതുപോലെ തന്നെ അതിൽ ഫ്രൂട്ടുള്ള വേറെ തൈകളും ഉണ്ട്.
തൈകളുണ്ട്. അത് നമുക്ക് എത്ര രൂപ? അത് നമുക്കൊരു 700 രൂപക്കെല്ലാം കൊടുക്കാം. നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഇതേ വലിപ്പത്തിലുള്ള പ്ലാന്റ് തന്നെയാണ് ഇത്. അതുപോലെ തന്നെ നമുക്ക് 50 രൂപ കൊടുക്കാൻ പറ്റിയ മാവാണ് നീലൻ മാവ്. നീലൻ നമ്മുടെ കാലാവസ്ഥക്ക് യോജിച്ച മാവ് തന്നെയാണ് നീലൻ. ഈ ഒരു പ്ലാന്റ് നമുക്ക് 50 രൂപ. ഇത്ര ഈ വലിപ്പമുള്ള പ്ലാന്റ് നമുക്ക് 50 രൂപ കൊടുക്കാം. അതുപോലെ നമുക്ക് മല്ലിക ഉണ്ട്. 50 രൂപ കൊടുക്കാൻ പറ്റിയ മല്ലിക മാവുണ്ട്. ഇത് 50 രൂപ കൊടുക്കാൻ പറ്റിയ നമ്മുടെ സ്വർണ്ണരേഖയാണ്. 50 രൂപയ്ക്ക് തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇത് സ്വർണ്ണരേഖ എന്ന മാവ്. അതുപോലെ മല്ലിക ഉണ്ട്. ഈ വലുപ്പത്തിലുള്ള മല്ലിക നമുക്ക് 50 രൂപ കൊടുക്കാൻ പറ്റും. അടിപൊളി കശുമാവിന്റെ തൈ അല്ലേ? നല്ല കശുമാവിന്റെ തൈ. അപ്രോച്ച് ആണോ വരുന്നത്? അത് അപ്രോച്ച്. ഇതിപ്പോ നമുക്ക് എത്ര ടൈം കൊണ്ട് ഇത് നമുക്കിപ്പോ 2 വർഷം കൊണ്ട് നമുക്ക് കായ്ക്കും. ഇത് ഷുവറാണ്. ഷുവറാണ്. ഓക്കെ. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾ തോട്ടം സെറ്റ് ചെയ്യാം. ഇതെല്ലാം നമ്മൾ തോട്ടം സെറ്റ് ചെയ്ത് കൊടുക്കും ചെയ്യല്ലേ? അതെ. അപ്പൊ ഈ ഒരു ഐറ്റുള്ള തൈകൾ നമ്മൾ എത്രയ്ക്ക് കൊടുക്കാം? ഇത് നമുക്ക് 110 രൂപ കൊടുക്കാം. വെറും 110 രൂപ. ഓക്കെ. പിന്നെ നമുക്ക് പ്ലാവിന്റെ ഒരുപാട് വെറൈറ്റീസ് ഇവിടെ ഇരിക്കണ്ടല്ലോ. ഏതൊക്കെയുള്ള? പ്ലാവിന്റെ എല്ലാ വെറൈറ്റീസും ഉണ്ട്. എല്ലാം നമ്മുടെ കയ്യിലുണ്ടല്ലേ? ഹോം ഗ്രൗണ്ട് ഉണ്ട്. പിന്നെ സാധാ വരുന്നുണ്ട്. ഇതെല്ലാം അതുപോലെ 50 രൂപന്റെ പ്ലാന്റുകള് പ്ലാവ്. ഈ ഒരു ഐറ്റിലുള്ള ഇതിപ്പോ ഏതാ വെറൈറ്റി തന്നെ? ഇത് വിയറ്റ്നാം സൂപ്പർ എയർലി. പിന്നെ അതിന്റെ മുകളിൽ വരുന്നത് നമുക്ക് 100 രൂപന്റെ തൈയാണ്. മറ്റേ ഡാങ് സൂര്യ റെഡ് എല്ലാം വരുന്നത്. 100 രൂപ റെഡ്. കൊടംപുളി ബെഡ് ഉണ്ട്. അതുപോലെ ഗ്രാഫ്റ്റ് വരുന്നുണ്ട്. ഇതിപ്പോ നമ്മുടെ ബെഡ് ആയാലും ഗ്രാഫ്റ്റ് ആയാലും നമുക്ക് ചട്ടിയിലൊക്കെ വെച്ച് വളർത്താം. ചട്ടിയിൽ വെച്ച് വളർത്താം. ഓക്കെ. ഇതൊക്കെ എങ്ങനെ തൈകൾക്ക് റേറ്റ്? ഇത് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് 200 രൂപ കൊടുക്കാം. ബെഡ് വെറും 200 രൂപ. ബെഡാണ് വരുന്നത്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവില്ല? അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. പിന്നെ വേറെ അതിന്റെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തത് 150 രൂപ കൊടുക്കാൻ പറ്റിയതാ. അപ്രോച്ച് ചെയ്തല്ലേ? ഈ അപ്രോച്ച് ആണോ കുറച്ചും കൂടി പെട്ടെന്ന് റിസൾട്ട് വരിക? പെട്ടെന്ന് കായ്ക്കുന്ന അപ്രോച്ച് ആവില്ല വരിക. കാലാപ്പാടി മാവ്. ഇത് എത്രയ്ക്ക് നമുക്ക് കൊടുക്കാം? ഇത് നമുക്ക് 400 രൂപ കൊടുക്കാം. ഈ ഒരു ഐറ്റുള്ള പ്ലാന്റ് നമുക്ക് 400. ഇഷ്ടം പോലെ ക്വാണ്ടിറ്റി ഉണ്ട്. ഇതിപ്പോ നമുക്ക് കുറ്റിക്കുരുമുളകിന്റെ കുറച്ച് വലിയ സൈസാണിത്. ഇതിന്റെ തന്നെ നമുക്ക് വിവിധ സൈസുകൾ വിവിധ സൈസ് ഉണ്ട്. ഇതിന്റെ ചെറിയ സൈസ് ഉണ്ട്. ആ ചെറിയ സൈസ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ കാഴ്ച നിൽക്കുന്ന ടൈപ്പ് തന്നെയാണ്. ചെറിയ ടൈപ്പ്. എല്ലാത്തിലും കായോട് കൂടി. ഇതൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. കണ്ടോ, ഇരിക്കുന്ന എല്ലാം കുറ്റിക്കുരുമുളക് തന്നെയാണ്. കുരുമുളകിന്റെ നല്ലൊരു കളക്ഷൻസ് ഈ ഭാഗത്തൊക്കെ ഉണ്ടല്ലേ? അതുപോലെ റേറ്റ് ഇത് നമുക്ക് വരുന്നത് ഈ വലിയ കവർ വരുന്നത് 120. ചെറുതാണെങ്കിൽ 80 രൂപ. ഇനി അതിന് ചെറുത് വരുന്നുണ്ടോ? അതിന് ചെറുതില്ല. കുറ്റിക്കുരുമുളകില് പിന്നെ അതാണ് ചെറുത് വരുന്നത്. വള്ളിക്കുരുമുളക് ഇതുണ്ടോ 30 രൂപയാണ് ഇത് വരുന്നത്. 3 4 സ്റ്റെമ്പ് ഉണ്ടാവും. വെറും 30 രൂപ. പന്നിയൂരിന്റെ വെറൈറ്റി. പന്നിയൂര് മാത്രമാണോ അതിൽ വരുന്നത്? പന്നിയൂരും കരിമുണ്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോ. പന്നിയൂര് ആദ്യ തൈകൾ ഇരിക്കുന്നുണ്ട്. ഏതൊക്കെ വെറൈറ്റി വരുന്നതില്? ജാതി ചെറുതാണെന്നുണ്ടെങ്കിൽ ഈ വലുപ്പത്തിലുള്ളത് നമുക്ക് 300 രൂപ. ഇതുണ്ടോ, ഈ ഒരു സൈസിലുള്ള 300 രൂപയ്ക്ക് വരും. ബെഡാണ്. വിശ്വശ്രീന്റെ ബെഡ് ജാതിയാണ്. 300 രൂപയ്ക്ക്. 300 രൂപ മുതലുള്ള അങ്ങോട്ട് മുകളിലോട്ടുള്ള 300 രൂപ മുതൽ മുകളിലോട്ടുണ്ട്. പിന്നെ അതിന്റെ വലിയ പ്ലാന്റ് ഇതാ വരുന്നത് 400 രൂപ. അതാ ഈ ഒരു ഹൈറ്റിലുള്ള ബിഗ് സൈസ്. പിന്നെ അതിന്റെ വലിയ പ്ലാന്റുകളാണ് ഇരിക്കുന്നതെല്ലാം. വലിയ കാഴ്ച പ്ലാന്റുകളുണ്ട്. ഇതിനിപ്പോ നമ്മൾ ഈ ബഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആൺപെണ്ണിന്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ വരുന്നില്ല. ബഡ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് കായ്ക്കും. ഇതെല്ലാം കായ്ച്ചിരുന്ന പ്ലാന്റുകളാണ്. കൊടുക്കാൻ പറ്റുക? ഇതെല്ലാം നമുക്ക് 2500 കൊടുക്കാം. 2500 കൊടുക്കല്ലേ? ഇത്രയും വലിയ പ്ലാന്റ്. അത്യാവശ്യം കടവണ്ണൊക്കെ ഉള്ള പ്ലാന്റ് ആട്ടോ. അതുണ്ടല്ലേ? മാംഗോസ്റ്റിൻ നമുക്ക് അതുപോലെ ചെറുതാണെന്നുണ്ടെങ്കിൽ 100 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഈ ഒരു തൈ 100 വരും. ഈ ഒരു വലുപ്പമുള്ള തൈന് നമുക്ക് 100 രൂപ വരുന്നത്. ചെറിയ തൈ വാങ്ങേണ്ടവർക്ക് ഈ ഒരു പ്രൈസിന് വാങ്ങാം. വലുതും ഇവിടെ വലുതുണ്ട്. ഏറ്റവും വലിയ പ്ലാന്റുകൾ 8 തട്ടൊക്കെ ഉണ്ടോ? ഇത് 8 തട്ടൊക്കെ ഉണ്ട്. 8 തട്ടുണ്ടല്ലേ? ഈ 8 തട്ടൊക്കെ എത്രയ്ക്കാ? ഇതൊക്കെ ആകുമ്പോ നമുക്ക് 2500 300 രൂപന്റെ ഉണ്ട്, 400 രൂപന്റെ ഉണ്ട്. ഓരോ സ്റ്റെപ്പിനനുസരിച്ച് ഓരോ വർഷത്തിനനുസരിച്ച് അത് മാറ്റം വന്നുകൊണ്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു 8 തട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ മെച്ചൂർഡായുള്ള പ്ലാന്റുകൾ എടുക്കാൻ നല്ല ഒരു 500 രൂപന്റെ 400 രൂപന്റെ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 തട്ട് ഒക്കെ ആയി നിൽക്കുന്ന പ്ലാന്റുകളുണ്ട്. ഇത് ബദാം നമ്മൾ അധികം നേഴ്സറിയിൽ കണ്ടിട്ടില്ലാത്ത ഒരു ഐറ്റം ആണ്. അതെ. ബദാം എന്ന് പറഞ്ഞാല് ഇത് ഹൈബ്രിഡ് ആണ്. നമ്മുടെ നാട്ടിൽ കായ്ക്കുന്ന രീതിയിലുള്ള ബദാമാണ്. ഇതൊക്കെ എങ്ങനെ കൊടുക്കാൻ പറ്റുക? ഇത് നമുക്കൊരു 300 രൂപ കൊടുക്കാം. ഇത് കിവി, ഫ്രൂട്ട്സ് കിവിയാണ്. കിവിയാണ്.
ഓ ഓക്കെ ഓക്കെ. ഈ ഒരു പ്ലാന്റോ? ഈ ഒരു പ്ലാന്റ് അതുപോലെ തന്നെ നമുക്കൊരു 250 രൂപ കൊടുക്കും. എന്താ ഇതിന്റെ പ്രത്യേകത പ്രധാനമായിട്ട്? ഇത് പല മെഡിസിനൊക്കെയാണ് നമ്മൾ ക്യാൻസറുള്ള ആളുകൾക്കൊക്കെ കൂടുതൽ കൗണ്ടിങ് കൂടാൻ വേണ്ടിയിട്ടൊക്കെ കഴിക്കുന്ന ഒരു ഐറ്റംസ് ആണ് കിവി. നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിപ്പോ നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ടൈം കൊണ്ട് റിസൾട്ട്? ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് എങ്ങനെയായാലും ഇപ്പൊ ഒരു 2 വർഷം കൊണ്ട് എന്തായാലും റിസൾട്ട് ആവും. ഇത് ക്രീപ്പറാട്ടോ, വള്ളിയായിട്ട് കയറി പോകുന്നത്. 18 ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് നല്ല ഉഷാറായിട്ട് വരും. അബിയു അല്ലേ? അബിയു ചെറുതൈകളൊക്കെ നമുക്ക് അബിയു ചെറുതൈകളൊക്കെ 100 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ കയ്യിൽ കാണുന്ന തൈ നമുക്ക് 100 രൂപ കൊടുക്കാം. തൊട്ട് വലിയ തൈകളും ഉണ്ടല്ലേ? അതിന്റെ പല സൈസിലുണ്ട്. ഏതാ അബിയുടെ വെറൈറ്റി? അബിയു ജയന്റ് ഉണ്ടല്ലേ? ജയന്റ് അബിയു ഉണ്ട്, നിപ്പിൾ അബിയു ഉണ്ട്. ജയന്റിന് എങ്ങനെ റേറ്റ്? ജയന്റ് ഇത് വരുന്നത് 300 രൂപയാണ്. ആ പ്ലാന്റ് ഒന്ന് പുറത്തേക്ക് ഒന്ന് എടുക്കുക, അതിന്റെ സൈസ് നമുക്കൊന്ന് കാണാം. എത്ര? 300? ഇത്രയും വലുപ്പമുള്ള പ്ലാന്റ് കൊടുക്കുന്നത് 300 രൂപ. തൊട്ട് വലുതല്ലേ? തൊട്ട് വലുത് ഇത് 1200 രൂപ. ഇതൊക്കെ ഒരു വർഷം കൊണ്ട് ഇനി കായ്ക്കും. അതായത് ഒരു വർഷം കൂടി അത് വെച്ചാൽ വെയിറ്റ് ചെയ്താൽ മതിയല്ലേ? അതെ. ഇതൊക്കെ ഏകദേശം 6 അടി ഹൈറ്റ് ആയി, ഇതിലാറോ ഉയരത്തിലാണ് നിൽക്കുന്നത്. ഇത് സപ്പോട്ടന്റെ ഇതാകുമ്പോ കലാപ്പാത്തി സപ്പോട്ടയാണ്. ഈ സപ്പോട്ട ഈ ഒരു സൈസിലുള്ളതാകുമ്പോ 150 രൂപ കൊടുക്കാം. ഈ ബുഷിയായിട്ട് നിൽക്കുന്ന അത്രയും വലിയ പ്ലാന്റ് നമുക്ക് 150 രൂപ മുതലാണോ സപ്പോർട്ട് നമുക്ക് സ്റ്റാർട്ട്? 100 രൂപ മുതലുണ്ട്. 100 രൂപ. അതേതാ വെറൈറ്റി തന്നെ? 100 രൂപന്റെ ഇതന്നെ, ഇതിന്റെ ചെറുത് വരുന്നുണ്ട്. ചെറുതൈയാണല്ലോ? ചെറുതൈ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കുന്നാ. കാരണം നമ്മളിവിടെ ഒന്നിച്ച് കൂട്ടിയിട്ടാട്ടോ, അതിന്റെ ഇടയിൽ നിന്ന് എടുക്കല് കുറച്ച് ഇതാണോ ടാസ്ക് ആണ്. ഇത് 100 രൂപ. 100 രൂപ കൊടുക്കുന്നത്. ഓക്കെ. അപ്രോച്ച് ആണല്ലേ വരുന്നത്? അപ്രോച്ച് മാവിന്റെ വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ക്യൂനാണ്. സൂപ്പർ ക്യൂന്, ബനാന പിങ്ക്, ബനാന ഗ്രീന്, 4 kg. ഈ ഐറ്റുള്ള പ്ലാന്റുകളൊക്കെ നമുക്ക് എങ്ങനെ സെയിൽ ചെയ്യുന്നത്? ഇതൊക്കെ നമുക്ക് 400 രൂപ കൊടുക്കാം. ഈ ഐറ്റില്? ഈ ഐറ്റില് ഇതേ ഹൈറ്റിലുള്ള പ്ലാന്റുകൾ നമുക്ക് 400 രൂപ ഇതെല്ലാം കൊടുക്കാം. ഇതിലെല്ലാ വെറൈറ്റീസും ഉണ്ട് കേട്ടോ. കിങ് ഓഫ് ചക്കപ്പത്ത് ഉണ്ട്, സൂപ്പർ ക്യൂന്, 4 kg. ഇന്ന് മാർക്കറ്റിൽ എല്ലാവിധ വെറൈറ്റീസും നമുക്ക് ഈ ഒരു ഐറ്റിന് 400 രൂപ കൊടുക്കാം. ഇതിന് നാംഡോക്ക് മൈ ഉണ്ട്, ഇതേ വലുപ്പത്തിലുള്ള നാംഡോക്ക് മൈ ഉണ്ട്. ഇരിക്കുന്ന നാംഡോക്ക് മൈ ഇതെല്ലാം 400. ഇതെല്ലാം 400.